ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു ചെറിയ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഒരു നാടൻ ഊണും ഈവനിങ് സ്നാക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ തുടങ്ങിയാലോ. രാവിലെ പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചെമ്പ പുട്ടുപൊടിയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പുട്ടിന് നനച്ചെടുക്കുകയാണ്. പുട്ടിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങയാണ് ആദ്യം ചേർക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കടലക്കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പകുതിയാകുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. വീണ്ടും പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുത്ത് ഈ പുട്ടുകുറ്റി മുഴുവനും ആയ ശേഷം അവസാനം കുറച്ച് തേങ്ങ കൂടി വയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. കുക്കറിൽ കുറച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ അതിന് മുകളിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്ത് എടുക്കുന്നതാണ് ഈ പുട്ട്. അപ്പോൾ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂടെ കടലക്കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതൊന്ന് കാണാവുന്നതാണ്. അപ്പോൾ പുട്ടും കടലക്കറിയും നല്ലൊരു ചായയൊക്കെ കുടിച്ച ശേഷം കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്കുള്ള മത്തി ഫ്രൈക്കുള്ള മസാലയാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും പകുതി നാരങ്ങയുടെ നീരുമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 10 മത്തിയാണ് ഞാൻ ചേർക്കുന്നത്. മത്തിയൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇന്നത്തെ മോര് കറിക്കും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്കും വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലാം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ കുക്കിംഗ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയവും ലാഭിക്കാം. മോര് കറിക്കുള്ള 1/2 ലിറ്റർ തൈര് ഞാനിവിടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്കാണ്. രണ്ടാമത്തെ കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് മോര് കറിക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്കുള്ള ഒരു പകുതി സവാള ചോപ്പ് ചെയ്തതും 1.5 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ചതച്ച മുളകും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം. മോര് കറിക്കുള്ള എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ച ശേഷം 2 നുള്ള് ഉലുവയാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും 3 ഉണക്കമുളകും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിന് താഴെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും മുളകും ഒക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തത്. ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കില്ല. അപ്പോൾ വെള്ളം ഒഴിക്കാതെ വേണം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട്. 1/2 ലിറ്റർ തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മോര് കറിക്കും വെണ്ടയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഈ മോര് കറി ഒരുപാടങ്ങ് തിളയ്ക്കാൻ പാടില്ല. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ മോര് കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മൂന്നാമത്തെ പാനിലേക്ക്
കുറച്ച് എണ്ണയൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഓരോ മത്തിയായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എടുത്തു വെച്ചിരുന്ന 10 മത്തിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളും ഇവിടെ ഒരുപോലെ റെഡിയായി വരികയാണ്. ഇപ്പോൾ മത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ചോറ് വയ്ക്കണം. അതുപോലെ ചോറ് വയ്ക്കുന്ന സമയത്ത് 2 ക്യാരറ്റും കൂടി ഒന്ന് തോരനാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മോരുകറിയും ക്യാരറ്റ് തോരനും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും മത്തി ഫ്രൈ ചെയ്തതും പിന്നെ നാരങ്ങ അച്ചാറുമാണ് ഇന്നത്തെ നമ്മുടെ ഊണിനുള്ളത്. അപ്പോൾ നല്ലൊരു നാടൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം വീഡിയോയുടെ എഡിറ്റിംഗ് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ കുറച്ച് പഴംപൊരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം പഴംപൊരിയുടെ ആദ്യത്തെ ബാച്ച് ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് പഴംപൊരി തയ്യാറാക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത് പഴംപൊരിയാണ്. അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും മാത്രമേ ഇതുപോലെ എണ്ണയിൽ പൊരിച്ചെടുത്ത സാധനങ്ങളൊക്കെ തയ്യാറാക്കാറുള്ളൂ. മൂന്നാമത്തെ ബാച്ച് പഴംപൊരി ഇവിടെ തയ്യാറാകുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് ചായയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പികളൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്